നിങ്ങൾ കൊല്ലപ്പെടും. അങ്ങനെയാണ് ഈ ഊമക്കത്തിനെ തെളിയിക്കുന്നത്. എന്താണ് ജാഗൂബായി ഇത്? കറുത്ത ഇരുണ്ട കയ്യക്ഷരങ്ങൾ. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് DGP എടുത്ത് അയച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ ആളെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നേരിട്ട് പോയെന്ന് തട്ടിയാലോ? ഞാളെ ആർക്കും അറിയില്ലല്ലോ. അല്ല, ഉമ്മയാണ് നേരത്തെ പറഞ്ഞില്ല. ഊമക്കത്ത് എങ്കിലും ആരായിരിക്കോ ഈ രാമേന്ദ്രൻ മുതലാളിയെ ഒരാഴ്ചക്കകം കൊല്ലുമെന്ന് പറഞ്ഞ് ഊമക്കത്ത് അയച്ചത്? ഈ ജാഗുബായി ബോഡിഗാർഡായിട്ടുള്ളിടത്തോളം കാലം മുതലാളിയുടെ ദേഹത്ത് ഒരുത്തരും കയക്കൂല. കൊല്ലാന്ന് പറഞ്ഞിരിക്കുമ്പോ കിടന്നു സൂഹിക്കുന്നു. എഴുന്നേറ്റ് 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 വാ വാ. എനിക്കറിയാൻ എന്നോട് ചോദിക്കുക, നീ ഇതിനു മുന്നേ ബോഡിഗാർഡ് ആയിട്ടുണ്ടോ? അതുവഴി ഒന്ന് പോയിക്കോ. ഞാൻ വേറെ ബോഡിഗാർഡിനെ പിടിച്ചിട്ടോ. എന്തുകൊണ്ടാണ് നീ 2 പൊരിച്ചമീൻ കിട്ടി കഴിഞ്ഞാൽ അമ്മാരുടെ ഫ്രണ്ട് ഞാൻ ഇട്ടു കൊടുക്കുമല്ലോ. അതിന് മുതലാളി ആ മീനകത്ത് അമ്മാരെ ഒരു വിഷം ചേർത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ മണപ്പിച്ച് നോക്കിയതല്ലേ. ഞാൻ തെറ്റിദ്ധരിച്ചു. മണ്ണം വിശ്വസിച്ചു. നിനക്കൊരു കാര്യം അറിയാവോ? എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവനൊന്ന് സാൻ ഫ്രാൻസിസ്കോയിലാണ്. അല്ല, കാറ്റുള്ള രാജ്യമല്ലേ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുക, നീ ഇതിനു മുന്നേ ബോഡിഗാർഡായിട്ട് നിന്നിട്ടോ? മുതലാളിക്ക് ഗുജറാത്തിൽ ആരെങ്കിലും അറിയാവോ? അപ്പൊ ഗുജറാത്തിൽ വിളിച്ച ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്ത് രാജശേഖർ ഷെട്ടി എന്ന് പറയുന്ന ഒരു വലിയ കോടീശ്വരൻ ഉണ്ടായിരുന്നു. അയാളെ ബോഡിഗാർഡായിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് നിന്നിട്ടുള്ളത്. ശരി, ഒരു ദിവസം മാത്രം ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഈ മുതലാളിയെ കൊല്ലാനായിട്ട് ഒരു കൊലയാളി മുതലാളിയുടെ കണ്ണിൽ മരുന്ന് വയ്ക്കുന്ന ഡോക്ടറിന്റെ വേഷത്തിൽ. ഇപ്രാവശ്യം മുതലാളിക്ക് ഡൗട്ട് അടിച്ചിട്ട് അവനെ എന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ മുതലാളിയുടെ കണ്ണിൽ മരുന്ന് വെപ്പിച്ചു. പക്ഷെ ഒരിച്ചിരി കൂടി അപ്പൊ മുതലാളിക്ക് തന്നെ കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഗുജറാത്തിൽ നിൽക്കുന്ന മുതലാളിക്ക് ഡൽഹി വരെ കാണാം. വേറൊരു കാര്യം, ഒരു ദിവസം ഇതുപോലെ എന്റെ മുതലാളിയുടെ ഭാര്യ ഉളുമുറിയിൽ നിന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുറച്ച് തീവ്രവാദികൾ ഹെലികോപ്റ്ററിൽ കൂടെ വന്ന് ഈ കുളിമുറിയിൽ ബോംബിട്ട് ഒന്നുകാൻ ബോംബ് ഭാഗ്യത്തിലോ ബോംബ് പൊട്ടിയില്ല. ഇല്ലെങ്കിൽ ഞാനും കൂടെ ചൊത്തേന്. ആരെങ്കിലും വെടിവെച്ച് വന്നാലോ? മുതലാളി എന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ. എന്നെ ആരെങ്കിലും അമ്പ് ചെയ്ത് വന്നാലോ? മുതലാളി എന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ. ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോ ആരെങ്കിലും ബോംബിട്ടാലോ? മുതലാളി എന്തിനാണ് പേടിക്കുന്നത്? ഞാനില്ലേ. അപ്പൊ നീ ഉണ്ടായിട്ട് ഞാൻ ചത്താലോ? ഞാൻ വേറെ വടി വെക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടെന്ന്. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ചകുബായി ഒരുത്തന്നെ ആ ബിൽഡിങ്ങിന് ഷൂട്ട് ചെയ്യുന്നത്. അതിലാണ് കുറെ കണ്ണുകളുണ്ട്. അപ്പോൾ കറക്റ്റ് എന്റെ നെറ്റിയാണ് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇതൊക്കെ ഒരു സാങ്കല്പികം. എങ്കിൽ നീ എന്ത് ചെയ്യും ജാഗുബായി? ഞാൻ ഈ സോഫയിൽ ഇങ്ങനെ മറിഞ്ഞു വന്ന് ഇങ്ങനെ ചാടി അവരെ ഇങ്ങനെ വെടിവെച്ചിട്ട് നോക്കും. അയ്യോ, ഇതേപോലെ ഒരു ബോഡിഗാർഡ് ഉള്ളപ്പോ, ധൈര്യമുള്ള ഒരു ബോഡിഗാർഡ് ഉള്ളപ്പോ ഞാൻ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഈ നനഞ്ഞ വാങ്ങിട്ട് കഴിഞ്ഞാലേ എനിക്ക് പെട്ടെന്ന് പനി വരും. എങ്കിലും ആരായിരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി ഊമൊക്കെ തയ്ച്ചത്? എന്റെ ശത്രുക്കളോ എന്റെ ബന്ധുക്കളോ? അല്ല, നിങ്ങൾ ഈ ബോഡിഗാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? പിന്നെ അപ്പൊ ശത്രുക്കളോ? മുതലാളി, എന്റെ ബലമായ സംശയം മുതലാളിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചേക്കുന്നത് ബാങ്കിൽ ജോലിയുള്ള ഒരാളാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അതുകൊണ്ടല്ലേ നോട്ടീസ് നേരത്തെ അയച്ചത്. എനിക്കറിയാം എന്നെ കൊല്ലം നടക്കുന്ന ആരാണെന്ന്. ആരാ മുതലാളി? എന്റെ പാർട്ട്ണർ ശശാങ്കൻ. എന്താ ജാഗുബായത്? ഒരിക്കലിന്റെ മണം അടിച്ചു കയറുന്നു. പട്ടി, നീ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ. അല്ല, ഈ ജാഗുബായി തന്നെ ഈ ശശാങ്കൻ തന്നെയാണോ എന്തുവാണ് മുതലാളി ഇത്ര വലിയ ഉറപ്പ്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവനോട് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത്ര വലിയ തെറ്റ്? കൊച്ചിയിൽ കാർണിവൽ നടക്കുന്ന സമയം പോയിന്റിൽ ആൾക്കാർ അവിടെ ഒത്തിരി പ്രോഗ്രാം ഉണ്ട്. ഡോഗ് ഷോ, ഫ്ലവർ ഷോ, മാജിക് ഷോ, അങ്ങനെ പല പല ഷോകൾ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു തമാശക്ക് ശശാങ്കന്റെ മുണ്ട് വലിച്ചൂരിട്ടാ കൂടി. കാർണിവലിൽ അത്ര ഷോ ഉണ്ടായിട്ട് മുതലാളിക്ക് ശശാങ്കന്റെ ഷോ ഭയങ്കര അത്യാവശ്യമായിട്ടില്ലേ? അപ്പൊ ആ പ്രതികാരം അവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ശശാങ്കൻ നിന്റെ മുന്നിൽ വന്ന് നിന്നാ നീ എന്തു ചെയ്യും ജാഗുബായ്? ഞാൻ ചിരിക്കും.
അത് മറ്റേ വിഷയം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കാം. എനിക്ക് ടെൻഷനാകടാ. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോ എനിക്ക് എന്തോ 50-ന് മുകളിലുണ്ട്. എന്തോ എന്നത് പ്രായമായിരിക്കും. എനിക്കൊരു കാര്യം അറിയോ, എനിക്ക് BP 30 ഉണ്ട്. പ്രായം ഇത്രയോ ഇതുവരെ കുട്ടികളെ മാറിയിട്ടില്ല. അല്ലെ ഞാൻ ചോദിക്കട്ടെ, ഈ 30 BP കൂടെ ഒരുമിച്ചിട്ടു എടാ കിണ BP അല്ല BP. ഒരു വാഴയാണല്ലോ എനിക്ക് ബോഡി ഗാർഡായിട്ട് കിട്ടിയത്. ഈ ശശാങ്ക വന്നു കഴിയുമ്പോ എന്തോ ചെയ്യുന്നു പറഞ്ഞു. നീ എന്തോ കാണിക്കോ മുതലാളി ഇങ്ങനെ പേടിക്കാതെ അതൊക്കെ തടുത്ത് നിൽക്കാനുള്ള ടെക്നോളജികൾ എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ ടെക്നോളജി കാണിക്കണം. മുതലാളി ഒന്നും ചെയ്യരുത്. മുതലാളി സൈസാണ് ഒന്നും ചെയ്യരുത്. ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം. പക്ഷേ നീ ഞാൻ പറയുന്നത് കേൾക്കണം. എന്നെ കൊല്ലണം. 5 ലക്ഷം രൂപ തരാം. ഇപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന